നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes manufacturers of HDPE and PVC pipes. Think irrigation, think spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. വ്യവസായ കേരളത്തിന്റെ നെറുകയിലേക്ക് പുത്തൻ പന്താവിലൂടെ അത്താണി സ്റ്റീൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഫോർജിംഗ്സ് ലിമിറ്റഡിന്റെ കുതിപ്പ്. 12 കോടി രൂപ ചെലവഴിച്ച് ചൈനയിൽ നിന്നെത്തിച്ച 6 ടൺ ഹൈഡ്രോളിക് ഓപ്പൺ ഫോർജിംഗ് ഹാമർ പ്രവർത്തനം ആരംഭിച്ചു. 2.5 കോടി രൂപ ചെലവഴിച്ച് 2 നിലകളിലായി നിർമ്മിക്കുന്ന കോർപ്പറേറ്റ് കാര്യാലയത്തിന് ശിലയിട്ടു. ഉത്സവാഘോഷ നിറവിൽ ചടങ്ങുകൾ. വ്യവസായ കേരളം സമാനതകളില്ലാത്ത ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണെന്ന് മന്ത്രി പി രാജീവ്. 22 വർഷമായി അടഞ്ഞുകിടക്കുന്ന കെൽട്രോണിനും ശാപമോക്ഷം. സീമെറ്റുമായി സഹകരിച്ച് സെൻസർ നിർമ്മാണ കോമൺ ഫെസിലിറ്റി സെന്റർ സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപനം. മന്ത്രി സീമെറ്റ് സന്ദർശിച്ചു. രാജ്യത്ത് റെയിൽവേ യാത്രാ നിരക്കിൽ ഷോക്ക്. ചൊവ്വാഴ്ച മുതൽ നിരക്ക് വർധന പ്രാബല്യത്തിലാകും. കഴിഞ്ഞ 5 വർഷത്തിനിടെ 2ാം ക്ലാസ് യാത്രാ നിരക്കുകളിൽ ആദ്യ വർധന. AC ക്ലാസുകളിലും മെയിൽ എക്സ്പ്രസ് ട്രെയിനുകളുടെ നിരക്കിലും വർധന. വന്ദേ ഭാരത് ട്രെയിൻ ടിക്കറ്റ് നിരക്കും ഉയരും. പ്രതിമാസ സീസൺ ടിക്കറ്റുകൾ, സബർബൻ ട്രെയിൻ എന്നിവയിൽ നിരക്ക് വർദ്ധിക്കില്ല. നേരത്തെ ബുക്ക് ചെയ്ത ടിക്കറ്റുകൾക്കും പുതിയ നിരക്കുകൾ ബാധകമല്ല. ഏറ്റവും ഒടുവിൽ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചത് 2020-ൽ, അതിനു മുമ്പ് 2013. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച് പുതുക്കാട് നവജാത ശിശുക്കളുടെ കൊലപാതകം. അന്വേഷണത്തിനിടയിൽ പുറത്തു വരുന്നത് ഭീതി സൃഷ്ടിക്കുന്ന വിവരങ്ങൾ. 2 ആൺകുട്ടികളെയും കൊന്നു കുഴിച്ചിട്ട പ്രദേശത്ത് നടത്തിയ പരിശോധനയിൽ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തി. 22-കാരിയായ മറ്റത്തൂർ സ്വദേശിനി 2 പ്രസവവും നടത്തിയത് യൂട്യൂബിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചെന്ന് മൊഴി. കൊലപാതകവും നടത്തിയത് അനീഷ തന്നെ. ആമ്പല്ലൂർ സ്വദേശി ഭവിൻ അനീഷയുമായി ബന്ധം സ്ഥാപിച്ചത് ഫേസ്ബുക്കിലൂടെ. ഗർഭിണിയായത് 2021-ലും 2024-ലും. ഷൊർണൂർ തൃശൂർ റെയിൽപാളത്തിൽ റെയിൽവേക്കെന്നും ആശങ്ക സമ്മാനിക്കുന്ന ഇടമായി അകമല. വനത്തിന് നടുവിലൂടെ കടന്നുപോകുന്ന റെയിൽപാളം നിരന്തരം അപകട കേന്ദ്രം. കൊടും വളവുകളും കുത്തനെയുള്ള കയറ്റവും ട്രെയിൻ ഗതാഗതം ദുഷ്കരമാക്കുന്നു. കഴിഞ്ഞ ദിവസം സംരക്ഷണ ഭിത്തി തകർന്നത് 3 കോടി രൂപ മുടക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതിന് തൊട്ട് സമീപം. മണൽ ചാക്കുകൾ നിറച്ച് ബലപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ താൽക്കാലികം. മേഖലയിൽ ഷൊർണൂർ ഭാഗത്തേക്ക് 20 കിലോമീറ്റർ വേഗതയിലും തൃശൂർ ഭാഗത്തേക്ക് 10 കിലോമീറ്റർ വേഗതയിലും ട്രെയിനുകളുടെ സഞ്ചാരം. നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. എന്തു പഠിച്ചാലും വിദ്യാർത്ഥികൾ നല്ല മനുഷ്യരായില്ലെങ്കിൽ അതുകൊണ്ട് ഒരു ഗുണവുമില്ലെന്ന് നിയമസഭാ സ്പീക്കർ AN ഷംസീർ. മനസ്സുകൾ സഹാനുഭൂതിയിൽ നിറയ്ക്കാൻ വിദ്യാർത്ഥികൾക്ക് കഴിയണമെന്നും ഷംസീർ. കേരളത്തിന്റെ അക്കാദമിക് രംഗത്ത് നടക്കുന്നത് വിപ്ലവാത്മക പ്രവർത്തനങ്ങൾ. ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ പ്രതിഭാ സംഗമം. ഡോക്ടർ ഹാരിസിന്റെ തേഞ്ഞ ചെരുപ്പുകൾ നമ്പർ 1 ആരോഗ്യ കേരളത്തിന്റെ നേർസാക്ഷ്യമാണെന്നാരോപിച്ച് കോൺഗ്രസ് രംഗത്ത്. കെട്ടിപ്പൊക്കിയ നുണക്കൊട്ടാരങ്ങൾ തകർന്നു വീഴുമ്പോൾ ജനങ്ങൾ ദുരിതക്കയത്തിലേക്കെന്ന് കുറ്റപ്പെടുത്തൽ. മുളങ്കുന്നത്ത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനോട് സർക്കാർ അവഗണന കാണിക്കുകയാണെന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി. ഡോക്ടർമാരുടെ അഭാവവും മെഷീനറികളുടെ കുറവും മൂലം ശസ്ത്രക്രിയകൾ മുടങ്ങുന്നു. മെഡിക്കൽ കോളേജിലേക്ക് ചൊവ്വാഴ്ച പ്രതിഷേധ മാർച്ചും ധർണയും. KPCC രാഷ്ട്രീയ കാര്യസമിതി അംഗം TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്യും.
ഷാർജയിൽ വിനോദ വിജ്ഞാന വിസ്മയമായി വടക്കാഞ്ചേരി സുഹൃത്ത് സംഘം സമ്മർ ഫെസ്റ്റ്. പാചക മത്സരം, നൃത്ത സംഗീത വിരുന്ന്, വിവിധ കലാപരിപാടികൾ നടന്നു. സെൻട്രൽ മാളിൽ ആവേശമേളം. ഇന്ത്യൻ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് പ്രദീപ് താഴത്തേക്കളം ഉദ്ഘാടനം ചെയ്തു. ഓപ്പറേഷൻ അരണക്കിളി. അനധികൃത മത്സ്യബന്ധനത്തിന് നേതൃത്വം നൽകിയ ഫൈബർ വള്ളങ്ങൾ പിടിയിൽ. 800 കിലോ കിളിമീനും 400 കിലോ അരണ മത്സ്യവും പിടിച്ചെടുത്തു. ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘത്തിന്റെ നടപടി 3 വള്ളങ്ങൾക്കെതിരെ 85,000 രൂപ പിഴ ഈടാക്കി. മത്സ്യം പരസ്യ ലേലം ചെയ്ത് ട്രഷറി വരുമാനമാക്കിയത് 3,43,900 രൂപ. മഴ നിലത്ത് വീണതോടെ തകർന്ന് തരിപ്പണമായി റോഡുകൾ. തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ അപകടങ്ങൾ ഒഴിയുന്നില്ല. കോവിലകത്തും പാടത്ത് ഇരുചക്രവാഹനം കുഴിയിൽ വീണ് കോലഴി സ്വദേശികളായ വയോധിക ദമ്പതികൾക്ക് ഗുരുതര പരിക്ക്. കോർപ്പറേഷൻ ഹാളിൽ പ്രതീകാത്മക ചോര സമരം. സംസ്ഥാന പാതയിൽ ഗ്രാമലയിൽ 4 കാറുകൾ കൂട്ടിയിടിച്ച് അപകടം. പാതയ്ക്ക് നടുവിലെ കുഴിയാണ് അപകട ദുരന്ത കേന്ദ്രങ്ങളാകുന്നത്. അത്താണി മേൽപ്പാല പരിസരത്തും കുഴികളുടെ സമ്മേളനം. അപകടം നിത്യസംഭവം. പൂമല റോഡിൽ തകർന്നു തരിപ്പണമായി ജില്ലാ പഞ്ചായത്തിന്റെ റോഡ്. വാഹന ഗതാഗതം അതീവ ദുഷ്കരം. വൻ ഗർത്തങ്ങളിൽ വീണ് യാത്രക്കാരുടെ നടുവൊടിയുന്നു. അത്താണിയിലെ ഓട്ടോ ഡ്രൈവർമാർ നടത്തിയത് മഹനീയ പ്രവർത്തനം. റോഡിലെ കുഴികൾ അടയ്ക്കാൻ നീക്കിവെച്ചത് ഒരു ദിവസം. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെയായിരുന്നു മുഴുവൻ തൊഴിലാളികളുടെയും നേതൃത്വത്തിൽ സേവന പ്രവർത്തനം.